ജാസ്മിനുമായിട്ട് തനിക്ക് ഇനി ഈ ബന്ധം തുടരാൻ താല്പര്യമില്ല, ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു എന്നാണ് ജാസ്മിൻ്റെ കല്യാണം ഉറപ്പിച്ച വരൻ അഫ്സൽ ഒരു പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നത്. അതിൽ അദ്ദേഹം ഒരു അടിക്കുറിപ്പും കൂടി വെക്കുന്നുണ്ട്. ഞാൻ ഈ ബന്ധം അവസാനിപ്പിക്കുന്നു, എനിക്കിത് ഇനി ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അതായത് ഈ ബിഗ് ബോസ് നാടകം കൂടുതൽ തനിക്കിത് എടുക്കാൻ താല്പര്യമില്ല. ഞാൻ ഈ പറയുന്ന ഈ ക്ലാരിഫിക്കേഷൻ, വിശദീകരണം എല്ലാവരും അംഗീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അതായത് തനിക്കിനി ഇതുപോലത്തെ ഈ കോൺട്രവേഴ്സിയിലേക്കൊന്നും പോകാൻ താല്പര്യമില്ല. ഇനി ആരും എന്നെ ഇതിലേക്ക് കൂടുതൽ വലിച്ചിടരുത്, മാത്രമല്ല ഇനി മറ്റൊരാൾക്കും ഇതേപോലെ ഒരു അവസ്ഥ ഉണ്ടാകരുതേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന രീതിയിലാണ് അഫ്സൽ അവിടെ അടിക്കുറപ്പിൽ പറയുന്നത്. അവൾ എന്നോട് ചെയ്ത കാര്യങ്ങൾ എന്നെ വളരെയധികം വേദനിപ്പിച്ചു എന്ന് അഫ്സൽ പറയുന്നുണ്ട്. പക്ഷേ തനിക്ക് ഇതിലിപ്പോൾ വലിയ ഒരു നിരാശയില്ല, അവൾക്ക് ഒരു നല്ല ജീവിതം ആശംസിക്കുന്നു എന്ന് പറയുന്നു. അതുകൂടാതെ ജാസ്മിൻ്റെ മാതാപിതാക്കളെ ഒട്ടും ഇതിൽ വലിച്ചിഴക്കരുത്, അവരെ ഒരു രീതിയിലും വേദനിപ്പിക്കരുത് എന്ന് അഫ്സൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഇനി അഫ്സൽ ഇട്ട ആ പോസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ 5 പേജുള്ള പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് അഫ്സൽ എടുത്തു പറയുന്നത് ചതിയാണ് നടന്നത്. അതായത് ഞാൻ ഉപയോഗിച്ച് വലിച്ചെറിയേണ്ട വസ്തുവാണെന്നാണ് അവൾക്ക് തോന്നിയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു പൊതുവേദിയിൽ എങ്ങനെ ചതിക്കുന്നു എന്നത് വ്യക്തമാകണമെങ്കിൽ ഇന്നലെ നടന്ന ബിഗ് ബോസ് വാരാന്ത്യ എപ്പിസോഡിലെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് നമുക്ക് കാണാവുന്നതാണ് എന്ന് അഫ്സൽ അവിടെ എഴുതിയിട്ടുണ്ട്. അവളാണ് എന്നെ ഈ ഷോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവതരിപ്പിച്ചത്. അതായത് അവളുടെ പാർട്ട്ണറായിട്ടാണ് എന്നെ പരിചയപ്പെടുത്തിയത് ഈ പ്രേക്ഷകർക്ക്. ഇപ്പോൾ എൻ്റെ സ്ഥാനം ഒരു സൈഡ് സ്റ്റാൻഡിന് തുല്യമാണ്. ഈ ഷോ ദിവസങ്ങൾക്കുള്ളിൽ ജീവിതം നശിപ്പിക്കും. അവളുടെ കുടുംബവും സുഹൃത്തുക്കളും ഉൾപ്പെടെ എത്ര ജീവിതങ്ങളെ ഇത് ബാധിച്ചുവെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. അവൾ ഇനി ആഗ്രഹിക്കുന്ന ആരെ വേണമെങ്കിലും വിവാഹം കഴിക്കട്ടെ, എനിക്ക് പ്രശ്നമില്ല. ഞാൻ ഇത്രയും നാൾ നിശബ്ദനായിരുന്നു, കാരണം എനിക്ക് മാനസികാവസ്ഥ നല്ലതായിരുന്നില്ല എന്നും അഫ്സൽ പറയുന്നു. പക്ഷേ ഈ പെൺകുട്ടി കാരണം എനിക്ക് കൂടുതൽ അപമാനം സഹിക്കാൻ ഇനി കഴിയില്ല. എനിക്ക് കൈകാര്യം ചെയ്യാവുന്ന പരമാവധി അവസ്ഥയിലാണ് എൻ്റെ മാനസികാവസ്ഥ. സഹിക്കാവുന്നതിനും ഒരു പരിധിയുണ്ട് എന്ന് അഫ്സൽ പറയുന്നു. ഒരു പുരുഷനും ഞാൻ അഭിമുഖീകരിച്ച പ്രശ്നത്തിലൂടെ ആരും കടന്നു പോയിട്ടുണ്ടാകില്ല. അങ്ങനെ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാസ്മിൻ എൻ്റെ ജീവിതം, എൻ്റെ വികാരങ്ങൾ, എൻ്റെ സ്വപ്നങ്ങളെല്ലാം വെച്ച് കളിച്ചു. ആത്മാർത്ഥമായ റിലേഷൻഷിപ്പ് ഉള്ളവർക്ക് ഇതൊരു പാഠമാണ്. അവളുടെ ആദ്യ ബ്രേക്കപ്പിന് ശേഷം അവളുടെ പ്രണയം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ജാസ്മിനൊപ്പം തന്നെ നിന്നു. ഞാൻ എൻ്റെ സ്വന്തം കുടുംബത്തിനെതിരെ പോലും ശബ്ദിക്കുകയുണ്ടായി. എന്നിട്ടും ഇതാണ് എനിക്കിപ്പോൾ ലഭിച്ചത്. അവൾ ഇതിൽ കൂടുതൽ താല്പര്യമെടുത്ത് നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ വിവാഹം കഴിക്കാനുള്ള തീരുമാനവും എടുത്തത്. 7 മാസത്തെ വളരെയധികം സ്നേഹം നിറഞ്ഞതായിരുന്നു ഞങ്ങളുടെ ബന്ധം. ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അതറിയാം, അതെത്ര ആഴത്തിലായിരുന്നു എന്നുള്ളത്. ഈ നാടകം കാണുമ്പോൾ ഞാൻ ഞങ്ങളുടെ ആ ബന്ധത്തിൽ അത്ര ആത്മാർത്ഥത പുലർത്തി എന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഉപയോഗിച്ച് വലിച്ചെറിയേണ്ട വസ്തുവാണെന്നാണ് അവൾക്ക് തോന്നിയത് എന്ന് മനസ്സിലാക്കുന്നു. ഒരു പൊതുവേദിയിൽ ഇങ്ങനെ ചതിക്കുന്നു എന്നത് വ്യക്തമാകണമെങ്കിൽ ഇന്നലെ നടന്ന ബിഗ് ബോസ് വീക്കെൻഡ് എപ്പിസോഡ് കണ്ടാൽ മതിയാകും. ഇതുവരെ താനാണ് ജാസ്മിൻ്റെ ബിഗ് ബോസ് കാര്യങ്ങളും എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിയിരുന്നത്. ഇനി എനിക്കത് തുടരാൻ കഴിയില്ല. ജാസ്മിൻ ഒരു നല്ല ഗെയിമർ തന്നെയാണ്, എന്നാൽ അവളുടെ പങ്കാളിയുടെ വികാരങ്ങൾ വെച്ച് കളിക്കുന്നത് ഒരിക്കലും ധാർമ്മികതയല്ല. അവളുടെ മുമ്പുള്ള ബ്രേക്കപ്പിന് ഉത്തരവാദി താനല്ല എന്നും അഫ്സൽ പറയുന്നു. ഞാൻ അവൾക്കും അവളുടെ കുടുംബത്തിനും എന്തായിരുന്നുവെന്ന് അവളുടെ മാതാപിതാക്കൾക്ക് ശരിക്കും അറിയാം. പക്ഷേ അവൾ എന്നോട് എന്താണ് ചെയ്തത് ഞാൻ ഒരിക്കലും പൊറുക്കില്ല. നിങ്ങൾ ഈ കളിക്കുന്ന ഈ നാടകം, ഗെയിം എല്ലാം പൊതുജനം കാണുന്നുണ്ട്. അവളുടെ സ്വകാര്യ സോഷ്യൽ മീഡിയ അക്കൗണ്ട് എൻ്റെ പക്കൽ ഉള്ളതിനാൽ അവൾ എത്രമാത്രം വെറുപ്പ് സമ്പാദിക്കുന്നു എന്ന് എനിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ബന്ധത്തിൽ നിങ്ങൾ പങ്കാളിയോട് സത്യസന്ധത പുലർത്തുകയും പങ്കാളിയുടെ വികാരങ്ങൾ മാനിക്കുകയും വേണം. കമ്മിറ്റഡ് ആണെങ്കിൽ ഒരിക്കലും ആശയക്കുഴപ്പം ഉണ്ടാകരുത് എന്ന് അഫ്സൽ പറയുന്നു. ഇനിയും എന്നെ അപമാനിക്കരുത്. യഥാർത്ഥത്തിൽ എനിക്കുള്ളതെല്ലാം കൊണ്ട് ഇതുവരെ ഞാൻ അവളുടെ കുടുംബത്തിന് വൈകാരിക പിന്തുണ നൽകി. പക്ഷേ ഇതാണ് എനിക്ക് പ്രതിഫലമായി തിരിച്ചു ലഭിച്ചത്. അവളുടെ വാഗ്ദാനങ്ങൾ വായുവിൽ ലയിച്ചു. എൻ്റെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും പൊതുജനങ്ങൾക്കും മുന്നിൽ ഞാൻ ഒരു ജോക്കറായി മാറി. ഇനിയില്ല, ഞാൻ ഇത് അവസാനിപ്പിക്കുന്നു. വഞ്ചനയെ മഹത്വവൽക്കരിക്കുന്ന ചില പ്രേക്ഷകർക്ക് നന്ദിയുണ്ട് എന്ന് പറഞ്ഞാണ് അഫ്സൽ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്.